ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ജൂൺ 21 ഇന്റർനാഷണൽ യോഗ ഡേ. അപ്പോൾ യോഗ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇറ്റ് ഈസ് എ വെരി യൂസ്ഫുൾ എക്സസൈസ്. അത് നമുക്ക് എല്ലാവർക്കും ചെയ്യാം, ഏത് പ്രായത്തിലുള്ളവർക്കും ചെയ്യാം, ഏത് സമയത്തും ചെയ്യാം. അതിന് പ്രത്യേകിച്ച് എക്യുപ്മെന്റ്സോ ഒന്നും ആവശ്യമില്ല. വളരെ ബെനിഫിറ്റ്സ് ഉള്ള ഒരു എക്സസൈസാണ് യോഗ. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, എനിക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് നന്നായിട്ട് കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ ഇന്ന് ഇവിടെ ഒരു 5 ഇതിൽ യോഗയിൽ ഡിഫറെൻറ്റ് പോസസ് ഉണ്ട്, അനവധി പോസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ കുറച്ച് പോസുകൾ എനിക്കറിയാവുന്നത് ഞാൻ ഇവിടെ പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ യോഗ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് എപ്പോഴും ചെറിയൊരു ലൂസനിങ് എക്സസൈസ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ നെക്കിനാണ് ചെയ്യുക. അത് ഞാൻ ചെയ്യുമ്പോൾ സാധാരണ ഞാനൊരു 10 പ്രാവശ്യം ചെയ്യും ഒരു സൈഡ്, പിന്നെ മറ്റേ സൈഡ് 10 പ്രാവശ്യം. ഇപ്പം ഞാൻ ഇതിൽ ചെറുതായിട്ടേ കാണിക്കുള്ളൂ വീഡിയോയിൽ. 10 പ്രാവശ്യമെങ്കിലും ചെയ്യുന്നതാണ് അതിൻ്റെ റെക്കമെൻഡഡ് ടൈംസ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി അതിൻ്റെ റിവേഴ്സ്. അപ്പോൾ അത് നമ്മൾ ബ്രീത്ത് ചെയ്തുകൊണ്ടായിരിക്കണം അത് ചെയ്യേണ്ടത്. സ്ലോലി ബ്രീത്ത് ചെയ്യാം. പിന്നെ നമ്മുടെ ഫിംഗേഴ്സ് എല്ലാം ഒന്ന് ലൂസൺ ചെയ്യാം. ഇത് റിസ്റ്റ് ട്വിസ്റ്റ് ചെയ്യാം, റിവേഴ്സ് ചെയ്യാം. അതുപോലെ തന്നെ ഷോൾഡേഴ്സ്, റിവേഴ്സ്, ഇങ്ങനെ റിവേഴ്സ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ലൂസണിങ് എക്സസൈസ്. നൗ വി ക്യാൻ സ്റ്റാർട്ട് ദ ഡിഫറെൻറ്റ് പോസസ്. താങ്ക് യു. ഓക്കെ, അപ്പം ആദ്യത്തെ പോസ് എന്ന് പറയുന്നത് ഈസി പോസ് അല്ലെങ്കിൽ സുഖാസന എന്ന് പറയും. അത് വളരെ ഈസി ആയിട്ടുള്ളൊരു പോസാണ്. ആക്ച്വലി നമ്മൾ ലെഗ്സ് എല്ലാം ക്ലോസ് ആയിട്ട് ചെയ്യുക, നമ്മൾ സ്പൈൻ സ്ട്രെയിറ്റ് ആക്കുക, അത് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുക, അത് കഴിഞ്ഞ് ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ഇതാണ് സുഖാസന. ഇതിന് കുറേ ഗുണങ്ങളുണ്ട് ആക്ച്വലി. നമ്മുടെ സ്പൈനും സ്റ്റിഫ്നെസ്സും ഒക്കെ പോകാനും നമ്മുടെ ആംഗിൾസിനും ഒക്കെ വളരെ യൂസ്ഫുൾ ആണ്. അത് ഞാൻ കാണിക്കാം. ഇതാണ് സുഖാസന. ഇതിൽ നമ്മൾ ബ്രീത്ത് ഇൻസൈഡ് ആൻഡ് ബ്രീത്ത് ഔട്ട്, ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ. ഇതാണ് സുഖാസന. ഇതാണ് അതിൻ്റെ ഫസ്റ്റ് പോസ്. ഇനി അടുത്തത് ഞാൻ വീണ്ടും കാണിക്കാം. താങ്ക് യു. ഓക്കെ, അടുത്ത പോസ് എന്ന് പറയുന്നത് ബട്ടർഫ്ലൈ പോസ്. അത് ഇതുപോലെ 2 കാലുകൾ തമ്മിൽ ഇങ്ങനെ കൂട്ടി വയ്ക്കുക, നമ്മുടെ പാദങ്ങൾ. എന്നിട്ട് ഇവിടെ ചെയ്യുക, വളരെ ചെയ്തിട്ട് ബട്ടർഫ്ലൈ ചെയ്യണ പോലെ ബ്രീത്ത് ചെയ്തുകൊണ്ട് തന്നെ ഇത് ചെയ്യാം. അതാണ് ബട്ടർഫ്ലൈ പോസ്. ഇത് നമുക്ക് ഈ സ്റ്റിഫ്നെസ്സും അതുപോലെ തന്നെ ഹിപ്സിലുള്ള ഇത് പോകാനും നമ്മുടെ 2 കാലുകൾക്കും നല്ല ഇത് കിട്ടാനായിട്ട് വളരെ നല്ലതാണ്. സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക, ഈ ബട്ടർഫ്ലൈ പോലെ ഇങ്ങനെ മൂവ് ചെയ്യുക. ഇതാണ് ബട്ടർഫ്ലൈ പോസ്. ഇത് വളരെ യൂസ്ഫുൾ ആണ്. ഓക്കെ, നൗ നെക്സ്റ്റ്. താങ്ക് യു. ഓക്കെ, അടുത്ത പോസ് എന്ന് പറയുന്നത് കോബ്ര പോസ്. അത് വളരെ നല്ലൊരു കോബ്ര ഷേപ്പിൽ നമ്മൾ ഉള്ളൊരു പോസാണ്. അതിന് നമുക്ക് മെയിൻ ഗുണം നമ്മുടെ സ്പൈൻ, ചെസ്റ്റ്, ലങ്സ് ഇതിനൊക്കെ വളരെ ഗുണം ചെയ്യുന്ന ഒരു പോസാണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അത് നമ്മളിങ്ങനെ കന്ന് കിടന്നിട്ട് കാല് 2 നീട്ടി വയ്ക്കുക, കാലടുപ്പിച്ച് വയ്ക്കുക, കൈ 2 ഇങ്ങനെ വെച്ചിട്ട് കോബ്ര നിൽക്കുന്ന പോലെ കാണിക്കുക. അത് നമ്മൾ ചെയ്യുമ്പോൾ ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, റിലാക്സ്. അതാണ് കോബ്ര പോസ്. താങ്ക് യു. ഓക്കെ, അടുത്ത പോസ്, 4ാമത്തെ പോസ് കൗ ആൻഡ് കാറ്റ് പോസ്. വളരെ സിമ്പിളായിട്ടുള്ളതാണ്. കുത്തി നിന്ന് കൗവിൻ്റെയും കാറ്റിൻ്റെയും ഒരു പോസ് കാണിക്കുക. അത് കൗ പോസ് കാണിക്കുമ്പോൾ നമ്മൾ ഇൻഹെയിൽ, കാറ്റ് പോസ് കാണിക്കുമ്പോൾ എക്സെയിൽ. ഇത്രയേ ഉള്ളൂ. ഞാൻ കാണിക്കാം. The cow, the cat, exhale.
5 പ്രാവശ്യം കാണിച്ചത്. ഇത് ഒരു 10 പ്രാവശ്യമെങ്കിലും ചെയ്താൽ വളരെ നല്ലതാണ്. ഇതാണ് കൗ ആൻഡ് കാറ്റ് പോസ്. താങ്ക് യു. 5ാമത്തെ പോസ് ക്യാമൽ പോസ് എന്ന് പറയും. അത് നമ്മൾ മുട്ടുകുപ്പിൽ നിന്ന് വന്നിട്ട് നമ്മുടെ 2 കൈകളും നമ്മുടെ ഈ ഉപ്പറ്റീമ പിടിച്ചിട്ടുള്ള ഒരു പോസാണ്. അതും നട്ടലിന് വളരെ യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡൈജഷന് വളരെ നല്ലതാണ്. അപ്പോൾ അതാണ് ക്യാമൽ പോസ്. ലെറ്റ് സ്റ്റാർട്ട്. മുട്ടൂത്തി നിൽക്കുക. ബ്രീത്തിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു 10 മിനിറ്റ് ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്, ഇൻഹേൽ ആൻഡ് എക്സേൽ നമുക്ക് നോക്കാം. കാല് കുറച്ചൊന്ന് അകത്തി വെച്ചിട്ട് ഇവിടെയും അകത്തി വെച്ച് 2 കൈകളും ബാക്കിലേക്ക് കൊണ്ടുവന്ന് ഉപ്പറ്റീമ പിടിച്ചിട്ടുള്ളതാണ് ക്യാമൽ പോസ്. യെസ്, അതാണ് ക്യാമൽ പോസ്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ബോ പോസ്. അമ്പും വില്ലിന് പോലെ ഇങ്ങനെ നിൽക്കുക. അതിന് പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റൊമക്കിന് വളരെ നല്ലതാണ്, ഡൈജഷന് നല്ലതാണ്, സ്പൈനിന് വളരെ നല്ലതാണ്. ഇത്രയും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു പോസാണ് ബോ പോസ്. നോക്കാം. കണ്ണ് കിടക്കുക, ബ്രീത്ത് ചെയ്യുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. കണ്ണ് കിടന്നിട്ട് 2 കാലുകളും നമ്മൾ കയ്യിൽ പിടിച്ചിട്ട് നമ്മുടെ ബെല്ലിമ മാത്രം നമ്മൾ നിൽക്കണം. അതാണ് ബോ പോസ്. റെഡി? 2 കാലുകളും പിടിച്ചു. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. അതാണ് ബോ പോസ്. താങ്ക് യു. അടുത്തത് 7ാമത്തെ സൂര്യ നമസ്കാരം എന്ന് പറയും. സൂര്യ നമസ്കാരത്തിൽ ഒരുവിധം എല്ലാ പോസുകളും അതിൽ വരുന്നുണ്ട്. അതൊരു 12 സ്റ്റെപ്സ് ആണ് ആക്ച്വലി. അത് വളരെ യൂസ്ഫുൾ ആണ് എല്ലാത്തിനും, ബ്രീത്തിങ്ങിനും എല്ലാത്തിനും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ് സൂര്യ നമസ്കാരം. എനിക്ക് അറിയാവുന്ന രീതിയിൽ ചെയ്യാം, പലരും പല രീതിയിൽ ചെയ്യും. അത് അപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പം സൂര്യ നമസ്കാരം. ബ്രീത്ത്, അതിന് ഓരോ പ്രാവശ്യം ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. ആദ്യം നമ്മൾ റൈറ്റ് സൈഡ് ചെയ്തു, ഈ ലെഫ്റ്റ് സൈഡ്. ഇതാണ് സൂര്യ നമസ്കാരം. ഇത് നമുക്ക് ഇപ്പൊ ഞാൻ 5 പ്രാവശ്യം 4 പ്രാവശ്യം ചെയ്തത്. ഇത് 10 പ്രാവശ്യം 20 പ്രാവശ്യം 30 പ്രാവശ്യമൊക്കെ ചെയ്യാം. നമ്മുടെ ഹോൾ ബോഡി എക്സസൈസ് ആണ്. നല്ല ബ്രീത്തിങ് ഇത് കിട്ടും. അത് കഴിഞ്ഞ് നമ്മൾ റിലാക്സ് ചെയ്ത് കുറച്ച് നേരം റിലാക്സ് ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ ബ്രീത്തിങ് നോർമൽ ആവുള്ളൂ. താങ്ക് യു. ഇനി ഒരു 2 എക്സസൈസും കൂടി ഞാൻ കാണിക്കാം. ഒന്നൊരു ബ്രീത്തിങ് എക്സസൈസ് ഉണ്ട്, പ്രാണായാമ എന്ന് പറയും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് യോഗയിൽ. അത് ലങ്സിനെ വളരെ ഗുണം ചെയ്യും. അതുകൂടാതെ പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ശവാസന, ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് ശവാസന. അതിലേക്ക് വരാൻ മുമ്പ് നമുക്ക് ബ്രീത്തിങ് നോക്കാം. അത് കുറച്ച് നേരം ഞാൻ കാണിക്കാം. ഇത് ഇങ്ങനെ ചെയ്തിട്ട് ഇൻഹെയിൽ, ഹോൾഡ് ആൻഡ് എക്സേൽ. ഇതൊരു 10 പ്രാവശ്യമെങ്കിലും ചെയ്യാം. അടുത്തത് നമ്മുടെ
സ്റ്റൊമക്കിനുള്ളതാണ്. ഇത് ലങ്സിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. ഇത് വയറിലാണ് ഇതിൻ്റെ ഇഫക്റ്റ് വരുന്നത്. ഒരു ബ്രീത്തിങ് എക്സസൈസ് അത് ഒരു 100 പ്രാവശ്യമൊക്കെ ഞാൻ ഇനിഷ്യേറ്റ് ചെയ്യും. ഞാനൊരു 50 പ്രാവശ്യം അല്ലെങ്കിൽ അതിലൊരു 25 പ്രാവശ്യം വേണം. ഇങ്ങനെ സിറ്റ് സ്ട്രേറ്റ്. ഇതിനെ നമ്മൾ പോസ് മറ്റേ ഈസി പോസിലിരിക്കുക. എന്നിട്ട് ഇപ്പൊ 50 കാണിച്ചു, 100 വരെ കാണിക്കാം. ഇത് വളരെ നല്ലതാണ്, ലങ്സിന് വളരെ നല്ലതാണ്, വയറിന് നല്ലതാണ്. ഓക്കെ, നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒക്കെ കൂട്ടാനായിട്ട് ഏറ്റവും ബെസ്റ്റ് എക്സസൈസ് ആണ് ഈ ബ്രീത്തിങ് എക്സസൈസ്. താങ്ക് യു. അടുത്തത് ശവാസനം. ഓക്കെ, താങ്ക് യു. ഓക്കെ, അടുത്തത് എനിക്ക് 8ാമത്തെയാണ്, ലാസ്റ്റ് പോസ്. നമ്മുടെ അതിൽ അനവധി പോസുകളുണ്ട്. ഇതിൽ ഞാൻ ഈസി ആയിട്ട് കുറച്ച് കാണിച്ചത്. എല്ലാ ഇതുകളും ആസനാസ് നമ്മൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് ചെയ്യുന്ന പോസാണ് ശവാസന എന്ന് പറയും. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു പോസാണ്. വളരെ ഈസിയാണ്, സുഖമായിട്ട് റിലാക്സ് ചെയ്ത് ഇത് ചെയ്യുക. അതിൽ ചെയ്യേണ്ട കാര്യം നമ്മൾ കിടന്നിട്ട് നമ്മൾ വി ഹാവ് ടു ഫീൽ, നമ്മുടെ ഈ വിരല് മുതൽ ഓരോ അവയവങ്ങളും നമ്മൾ ഫീൽ ചെയ്യുക, റിലാക്സ് ചെയ്യുക. ഫീൽ ചെയ്യുക, മുട്ട് ഫീൽ ചെയ്യുക, റിലാക്സ് ചെയ്യുക. കാഫ് ഫീൽ ചെയ്യുക, റിലാക്സ് ചെയ്യുക. മുട്ട് ഫീൽ ചെയ്യുക, റിലാക്സ് ചെയ്യുക. അങ്ങനെ നമ്മുടെ സ്റ്റൊമക്ക്, നമ്മുടെ ഷോൾഡർ, ചിന്ന്, നോസ്, ഫോർഹെഡ്, മുടി റിലാക്സ് ചെയ്തിട്ട് നമ്മുടെ മൈൻഡ് ശരിക്കും പുറത്തേക്ക് പോകണം. ബോഡി മാത്രം അവിടെ കിടക്കാൻ പാടുള്ളൂ. അതാണ് ശവാസനം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ മൈൻഡ് പുറത്തേക്ക് പോയി നമുക്ക് മുകളിൽ പോയിട്ട് നമുക്ക് നമ്മുടെ ബോഡി അവിടെ എടുക്കുന്നത് കാണാം. അതോടുകൂടി നമ്മൾ ഉറങ്ങും. അതാണ് ശവാസന. അത് വളരെ ഈസിയാണ്. അതോടുകൂടി നമ്മൾ റിലാക്സ് ആയിരിക്കും. ഒരു 10 മിനിറ്റ് അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു 5 മണിക്കൂർ ഉറങ്ങിയ ഫലമാണ്. അപ്പൊ ശവാസനത്തിൽ കയറുക. ഓക്കെ, നമ്മൾ വളരെ റിലാക്സ് ചെയ്ത് എടുക്കുക. കൈ രണ്ടും സ്ട്രെച്ച് ചെയ്ത് വെക്കുക. കാല് രണ്ടും കുറച്ച് അടക്കി വെക്കുക. കണ്ണടയ്ക്കുക. എന്നിട്ട് നമ്മൾ ബ്രീത്ത് ചെയ്ത് വി ഹാവ് ടു ഫീൽ ഫ്രം യുവർ ഫിംഗേഴ്സ്, കാലിൻ്റെ ഫിംഗേഴ്സ് മുതൽ തല വരെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഫീൽ ചെയ്ത് നമ്മൾ അതിനെക്കുറിച്ച് മറക്കണം. അപ്പോൾ ആ ഭാഗം ഇനി ഇല്ലാണ്ടാവും നമ്മുടെ. ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. അത് കഴിഞ്ഞ് തല വരെ പോയി തലേന്ന് നമ്മുടെ മൈൻഡ് പുറത്തേക്ക് പോയി നമ്മൾ ഉറങ്ങണം. ഓക്കെ, റെഡി, സ്റ്റാർട്ട്. ഇതാണ് ശവാസന. അപ്പൊ നമ്മള് ടു ബി ഫ്രാങ്ക്, നമ്മൾ ശരിക്കും നമ്മുടെ ബോഡി ഫുള്ള് മറന്ന് നമ്മുടെ മൈൻഡ് മുകളിലേക്ക് പോയി നമ്മൾ ശരിക്കും റിലാക്സ്ഡ് ആയിരിക്കും. നമ്മുടെ എല്ലാവിധ ടെൻഷനും കാര്യങ്ങളും എല്ലാം നമ്മൾ മറക്കും. നമ്മൾ ഓരോ അവയവങ്ങളായിട്ട് നമ്മൾ ഫീൽ ചെയ്ത് മറന്ന് നമ്മളിവിടെ എത്തി മുകളിലേക്ക് പോയി റിലാക്സ് ചെയ്യുക. ഇതാണ് ശവാസന. ഇത് മാത്രം ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ഇടയിൽ കുറേ ഉണ്ട് ആക്ച്വലി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കൂടുതൽ പോസിബിളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു. സോ എല്ലാവർക്കും ഹാപ്പി ഇൻ്റർനാഷണൽ യോഗ ഡേ. താങ്ക് യു.